ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നാളെ പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് 3 പെട്ടി കൊണ്ടാണ് വന്നത് ആക്ച്വലി, ട്രോളി ബാഗ് കൊണ്ട്. പക്ഷേ അത് ഫുൾ ഫില്ലായി. ഞാൻ കുറേ സഞ്ചിയിലെല്ലാം കുറേ സാധനങ്ങൾ കുത്തി കയറ്റി വെച്ചു. എന്നിട്ടും എൻ്റെ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഇനി നാളെ ഒരു ജോലി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വരും. അപ്പോൾ നാളെ ജോലി കഴിഞ്ഞിട്ടൊരു കുറച്ചൊരു മണിക്കൂർ കൊണ്ട് ആ മണിക്കൂറിൽ എനിക്ക് ഇത് ഫുള്ള് കവർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. സോ ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔപ്പർ എക്സ്പെൻസസിനെ പറ്റിയായിരുന്നു. നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ട് ഹൗസ് ബിൽഡിങ്ങിലുള്ള കാര്യമാണ്. സോ എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് എന്തൊക്കെ ചിലവുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ വെച്ചിട്ടൊരു വീഡിയോ, എന്തൊക്കെ എക്സ്പെൻസസ് ആണ് നമുക്കുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണ്, ഞാൻ ഔപ്പയർ കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിനാണ് കയറിയത്. സോ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്ന ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ചാൽ ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനൊക്കെ നമ്മൾ ചെറിയൊരു റേറ്റ് കൊടുക്കണം, 10 യൂറോ വെച്ചിട്ട് കൊടുക്കണമായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് റൂം തന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ തന്നെയാണ്. സോ ഇപ്പോൾ നോർമലി ആൾക്കാർ കൊടുക്കുന്ന അത്രയും പൈസ എനിക്ക് കൊടുക്കണ്ട, എന്നാൽ പോലും അത്യാവശ്യം എനിക്ക് പൈസ കൊടുക്കണമായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ഹൗസ് ബിൽഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരു തുക, നമുക്കിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൽ നമ്മൾ ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1100 to 1300 ആണ്. സോ ഈ ഒരു റേഞ്ചിലാണ്. അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. 1300 മേളിലൊരു പൈസ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിപ്പോൾ അന്വേഷിച്ചിടത്തോളം എല്ലാവർക്കും ഈ 1000-നും 1300-നും ഇടയിലായിട്ടാണ് എല്ലാവരും ഏൺ ചെയ്യുന്നത്. സോ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഒരു 100 യൂറോയുടെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള എൻ്റെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്ര യൂറോ കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ. ഒക്കെ നാട്ടിൽ നമുക്ക് 1 ലാഖിനടുത്താണ് കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിച്ചത് ശരിക്കും ഒരു മണ്ടത്തരാണ്. കാരണം നാട്ടിൽ ചിന്തിക്കുമ്പോൾ അവളോടെ ഭയങ്കര പൈസ ഉണ്ടാക്കുകയാണ്, കുലുക്കുകയാണ്, മറിക്കുകയാണ് എന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നതനുസരിച്ച് നമുക്കിവിടെ ചിലവുകളുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റൂം റെൻറ്റിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം അത് നിങ്ങളുടെ സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് എൻ്റെ ഇവിടെയുള്ള ജോലി സ്ഥലത്തെ പ്രാക്ടിക്കലി ചെയ്യുന്നവർ തന്നെ തന്നത്. അതുകൊണ്ട് എനിക്ക് 365 യൂറോ ആണ് എനിക്ക് കൊടുക്കേണ്ടത്. 365 യൂറോ. പിന്നെ അതുപോലെ അഡ്വാൻസ് കോഷൻ ഡിപ്പോസിറ്റ് എനിക്ക് 400 യൂറോ ആയിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്ഥലത്തോട്ട് വന്നപ്പോഴേക്കും അവർക്ക് ചേഞ്ച് ആയി. അവർക്ക് ഒരാൾ 700 യൂറോ കൊടുക്കണമായിരുന്നു, അതുപോലെ ഒരാൾ 393 യൂറോ കൊടുക്കണമായിരുന്നു. അങ്ങനെ. എന്നാൽ വേറൊരു സ്ഥലത്തോട്ട് വന്നപ്പോൾ അവർ 1000 യൂറോ കോഷൻ ഡിപ്പോസിറ്റും, അതുപോലെ അവർക്ക് 500-നടുത്ത് അവർക്ക് ഇതും വന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് നോർമലി എനിക്കിപ്പോൾ പ്രാക്ടിക്കലി ചെയ്യുന്നിടത്ത് അവർ റൂം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ 600 യൂറോ വരെ ഞാൻ മാസം റെന്റ് കൊടുക്കണമായിരുന്നു. സോ നിങ്ങളുടെ സിറ്റി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 300 യൂറോ ആണ്. അല്ലെങ്കിൽ അതിലും കുറവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് അത്രയും ചീപ്പായിട്ടുള്ള റൂമും നമുക്ക് ഒട്ടും കൺസിസ്റ്റഡ് ആയിട്ട് ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലായിരിക്കും ഒന്നാമത്തെ കേസ്. ഓക്കെ. അപ്പോൾ മാസം ഇത്ര യൂറോ വരെ, അതായത് 300 to ഒരു 600-700 യൂറോ വരെ നമുക്ക് പോകും. അത് സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോഷൻ ഡിപ്പോസിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 400 to ഒരു 1000-1200 അങ്ങനെ പോകും. ഓക്കെ. ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും എനിക്ക് മിക്കപ്പോഴും മേടിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ മേടിക്കുന്ന പോലെ ഇത്ര വലിയ അരിയോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു 1 കിലോ അരിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ കഴിക്കുന്ന ചിക്കനാണ്. എപ്പോഴും ചിക്കനാണ്. കാരണം ഇവിടെ ഏറ്റവും റേറ്റ്, ഞാൻ കണ്ടതിലെ റേറ്റ് കുറവ് ചിക്കനാണ്. സോ ഞാൻ ചിക്കനാണ് മേടിക്കുക, ചിക്കൻ മുട്ട. അപ്പോൾ അത് ഇങ്ങനെ ഓൾറെഡി കട്ട് ചെയ്തായിരിക്കും. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു 20 യൂറോ ഒക്കെ ചിലവ് വരാറുണ്ട്. ചില ആഴ്ചകളിൽ ഞാൻ മേടിക്കാറില്ല. ചിലപ്പോൾ മാസത്തിൽ ഒരു 3 തവണയെങ്കിലും ഞാൻ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഒരു 20 യൂറോ അല്ലെങ്കിൽ 30 യൂറോ അടുത്ത് പോകാറുണ്ട്. അതും ഡിപ്പെൻഡിങ് ആണ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് അതും
ഒരു 50-100 യൂറോയ്ക്ക് അടുത്ത് നമ്മളത് മാറ്റി വെക്കണം. നമുക്കത് പറയാൻ പറ്റില്ല നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ, കാരണം ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് അറിയാം സൂപ്പർ മാർക്കറ്റിലൊക്കെ റേറ്റ് കൂടുതലാണ്. റവ, ആൽദി, എഡേക്ക, നോർമ, DM അങ്ങനെ ഒത്തിരി സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ റീചാർജ് ആണ്. ഇപ്പോൾ പലർക്കും പല റേറ്റാണ്. ഞാൻ 10 യൂറോയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്, കാരണം എനിക്ക് വൈഫൈയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ 10 യൂറോയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 10 യൂറോയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് 20 GB ആണ്. അതിപ്പോൾ പുറത്ത് ജസ്റ്റ് ഒക്കെ പോകുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ എനിക്കത് മതി, എനിക്കത് ഇനഫാണ്. സോ അതുകൊണ്ട് ഞാൻ 10 യൂറോയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 20 യൂറോയ്ക്ക് ചെയ്യുന്നുണ്ട്, 30 യൂറോയ്ക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത്, അതായത് നമ്മൾ ഔപെയർ വിസയിൽ നിന്ന് നമ്മൾ ഹൗസ് ബിൽഡിങ്ങിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് 110 യൂറോ ആയിരുന്നു എനിക്കായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 110 യൂറോ ഞാൻ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട്, കൊടുക്കണമായിരുന്നു എങ്കിൽ പോലും എനിക്ക് അതിന് വേണ്ടിയിട്ട് ചിലവുകളുണ്ടായിരുന്നു. വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ഫോട്ടോ വേണം, വിത്ത് നമ്മുടെ QR കോഡൊക്കെ വെച്ചിട്ട് ഒരു വൃത്തിക്ക് ഒരു ഫോട്ടോ വേണമായിരുന്നു. സോ അത് ഞാൻ 20 യൂറോയ്ക്കാണ് എടുത്തത്, കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. നമുക്കിവിടെ ഒത്തിരി അന്വേഷിച്ചിട്ടാണ് നമുക്കൊരു അപ്പോയിൻമെന്റ് കിട്ടുന്നത്. സോ ഒത്തിരി റിസ്ക് എടുക്കാൻ വയ്യാത്ത ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ടാണ് 25 യൂറോയ്ക്കാണ് ഞാൻ അത് എടുത്തിരുന്നത്. അപ്പോൾ 25 യൂറോ 110 25 ആകുമ്പോൾ നിങ്ങൾക്ക് 135 അടുത്ത് എനിക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെയായി. എനിക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ വേറെ എന്തെങ്കിലും ചിലവുകളായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയിട്ടില്ല. ടോട്ടലി എനിക്ക് 150-160 യൂറോയ്ക്ക് അടുത്താണ് വന്നത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വേണം. ഇപ്പം നമ്മൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമുക്ക് കുറച്ചുകൂടെ റേറ്റ് തുടങ്ങി. ഇപ്പോൾ അവർ 63 യൂറോയിലോട്ടാക്കി. നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് 43 യൂറോ ആണ് കൊടുക്കേണ്ടത്. സോ ഞാൻ മാസം 43 യൂറോ കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കാനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ChatGPT അതിലും ഞാൻ പ്രീമിയം എടുത്തിട്ടുണ്ട്. സോ അതിലും ഒരു 23 യൂറോയുടെ ഒരു പ്രീമിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇതാണ്. പിന്നെ നാട്ടിലോട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ കുറച്ച് ക്യാഷ് കൊടുക്കും. സേവ് ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും സേവ് ചെയ്യാൻ, നിങ്ങളൊന്ന് ഓർത്തേക്ക് 1000 ആണ് ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത്. 1000 ഇപ്പോൾ ഒരു 400, 300, 350 യൂറോ ഇങ്ങനെ പോയി. പിന്നെ മാസം ഉള്ളത് പോയി. പിന്നെ ഫോൺ റീചാർജ്, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്, ഈ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കാം, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ കുറച്ച് റേറ്റുകളാവും. സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പറ്റും. കുറച്ച് പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ, നിങ്ങൾ എവിടെ താമസിക്കുന്നു, നിങ്ങൾ എത്രത്തോളം റെന്റ് കൊടുക്കണം, അങ്ങനെ നിങ്ങളുടെ ചിലവുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം അതുപോലെ തന്നെ വേറെ കേസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂം ഞാൻ പറഞ്ഞു 365 യൂറോയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് എനിക്ക് 365 യൂറോ. സോ എനിക്കിത് ലാഫാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ്, അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പക്ഷെ അവർക്ക് വൈഫൈ ഇല്ല. അവർ വാഷ് ചെയ്യണമെങ്കിൽ അവർ എക്സ്ട്രാ ക്യാഷ് ചെയ്യണം, എക്സ്ട്രാ പേ ചെയ്യണം. അതായത് 1 യൂറോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് ഓരോ തവണ നമ്മൾ ഓരോ യൂറോയ്ക്ക് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആവുന്നു. സോ ഓരോ റൂമുകൾ ഡിഫറെൻ്റ് ആവുന്നതനുസരിച്ചും അല്ലെങ്കിൽ ഓരോ പ്ലേസസ് ഡിഫറെൻ്റ് ആവുന്നതനുസരിച്ചും നമുക്ക് ഇതായിക്കൊണ്ടിരിക്കും, നമുക്ക് റേറ്റ് കൂടുതൽ ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 365 യൂറോയ്ക്ക് അല്ലെങ്കിൽ 393 യൂറോയ്ക്ക് അല്ലെങ്കിൽ 400 യൂറോയ്ക്ക് ഒരു റൂം കിട്ടുമായിരിക്കും. പക്ഷെ വിത്തൗട്ട് വൈഫൈ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു റൂമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നോക്കിയിട്ട് എല്ലാ ഫെസിലിറ്റീസ്, അതായത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് മാസം എനിക്ക് റെൻറ്റ് കൊടുക്കണം. പിന്നെ എനിക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ, എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കുള്ള സാധനം മേടിക്കണം. പിന്നെ വല്ലപ്പോഴും നമ്മളെ സോപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തീരുമ്പോൾ അങ്ങനെ എനിക്ക് ചിലവുകളുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ക്രാങ്കൻകാസയിൽ അത് പൊക്കോളും എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഫീ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ അപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഫാർമസിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം, നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതിനും ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്തോ ഒരു അസുഖം വന്ന്, പനിയോ എന്തോ വന്ന് ഭയങ്കര ഇതായപ്പോൾ അവർ ഫാർമസി തന്നെ എനിക്ക് 20 യൂറോയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ചടുപ്പിച്ച് എനിക്ക് എന്തൊക്കെയോ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് പഠിപ്പിച്ചടുപ്പിച്ച് ഫാർമസിയിലും പൈസ പോകുന്നുണ്ട് ആക്ച്വലി. സോ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അതായത് മാസം ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, റെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഫോൺ റീചാർജ് ചെയ്യുന്നുണ്ട്, ChatGPT പ്രീമിയം എടുക്കുന്നുണ്ട്, വല്ലപ്പോഴും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്.
പിന്നെ അതുപോലെ വല്ലപ്പോഴും ട്രിപ്പിന് പോകുന്നുണ്ട്. അത് വല്ലപ്പോഴാണ് ട്രിപ്പിന് പോകുന്നത്. ഞാനിങ്ങനെ അടുപ്പിച്ച് ഇപ്പോൾ ട്രിപ്പൊക്കെ പോയി ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം 6 മാസം കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇടുന്നത്. എന്നിട്ട് പിന്നെയും കുറച്ച്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ എപ്പോഴും ട്രിപ്പാണ്, പൈസ ഇങ്ങനെ വരിക എന്ന് വിചാരിക്കുക. അല്ല, അത് ചെറുതായിട്ട് കൂട്ടി വെച്ചിട്ടുള്ളതും നമ്മുടെ അടുത്ത് ഒട്ടും എക്സ്പെൻസീവ് അല്ലാന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മളീ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചിലവുകൾ ആക്ച്വലി ഉള്ളത്. നാട്ടിലോട്ടും വല്ലപ്പോഴും അയക്കാറുണ്ട്. സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ അടുത്ത് വന്ന ഇടയ്ക്കൊന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ, ചേച്ചിയുടെ ബർത്ത്ഡേ, അങ്ങനെ എല്ലാവരും ബർത്ത്ഡേയും കാര്യങ്ങളും, ഇവിടെ ഉള്ളവരുടെ ബർത്ത്ഡേ, അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഷൂളയിൽ നമ്മൾ ട്രിപ്പിന് പോയി, അങ്ങനെ കുറച്ച് ചിലവുകൾ വന്നു. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചിലവുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സേവ് ചെയ്യാൻ, സത്യത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ സേവ് ചെയ്യാൻ പൈസ ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് അടുത്തൊരു സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സേവ് ചെയ്യാന്ന് വിചാരിച്ചാൽ അടുത്ത മാസം അങ്ങനെ ഇവിടെ ഉള്ള ഫ്രണ്ട്സിന്, എനിക്ക് ഇപ്പോൾ ജർമ്മനിയിലുള്ള ജർമ്മൻ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളാണ്. സോ ഇവിടുത്തെ ഒരു രീതിയാണ്, നമ്മളൊരു ആൾക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കണം, നമ്മൾ ഉറപ്പായിട്ട് അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണം എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ ഉറപ്പായിട്ടും ഗിഫ്റ്റും കാര്യങ്ങളും മേടിച്ചു കൊടുക്കണം. സോ അതുകൊണ്ട് അങ്ങനെയും ചിലവുകളാണ്. സോ എനിക്ക് ഈ ഒരു മാസം എനിക്ക് സാലറി കിട്ടിയാലും എനിക്കത് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എൻ്റെ ഒരു ചിലവും കാര്യങ്ങളും ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ചിലവുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ എനിക്ക് ചിലവെന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നമ്മൾ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറുമ്പോൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഹൗസ് ബിൽഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പൈസ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പൈസ പോകുന്നില്ല. എനിക്ക് 110+ ഞാൻ പറഞ്ഞു. എനിക്ക് 200 യൂറോയ്ക്ക് താഴെയാണ് എനിക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ വെച്ചാൽ അവർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർ 150 120 യൂറോയ്ക്ക് അടുത്ത് കൊടുത്തു. അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്തിട്ട് അതും ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ പോലെ ആവണമെന്നില്ല. ഇപ്പം ഞാനിപ്പോൾ മാറാൻ പോകുന്ന പുതിയ വീടുണ്ടല്ലോ, പുതിയ റൂമുണ്ടല്ലോ, അത് ഞാൻ ഇനി ഒരു 100 യൂറോ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റേറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറാൻ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അതൊരു വല്ലാത്തൊരു കഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു എനിക്ക് സമയം പോലെ ഞാൻ ചെയ്യാം. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഒക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് അറിയാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ജോലിയും കാര്യങ്ങളായിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ പിന്നെ ചത്ത പോലെയാണ് കിടക്കുക. കാരണം എനിക്ക് ഒട്ടും വയ്യ. പിന്നെ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പീരിയഡ്സ് ആയത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും തല മുതൽ കാല് വരെ ഫുള്ള് വയ്യായിരുന്നു. അതിൻ്റെ കൂടെ പണി, നമുക്ക് വയ്യെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മൾ ജോലി ചെയ്യണം. നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഇപ്പോൾ ആലോചിക്കുക എന്ത് സുഖമായിരുന്നു. എനിക്ക് പീരിയഡ്സ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതിരുന്ന കട്ടിലേലും കയറി കിടക്കുക, അമ്മ എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. എനിക്കത് ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്രയും ചിലവുകളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് എനിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഒരു വർഷമായിട്ട് പൈസ സേവ് ചെയ്തിട്ടാണ് ഞാനൊരു ട്രിപ്പിന് പോയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചിലവുകളാണ് ആക്ച്വലി എനിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും മറന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നോർമലി എനിക്ക് ഇത്രയും ചിലവുകളേ ഉള്ളൂ. ഇനി എന്തെങ്കിലും മറന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാനൊരു കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പോയി കുക്ക് ചെയ്യണം. ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. ഇനി പോയി കുക്ക് ചെയ്യണം. ബാക്കി സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കോ ഇല്ലൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ കുക്ക് ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് നേരെ ഇങ്ങനെ കിടക്കും. അതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മൂവി എക്സ്പ്ലനേഷൻ, എനിക്ക് യൂട്യൂബിൽ ഇഷ്ടപ്പെട്ട കുറച്ച് മൂവി എക്സ്പ്ലനേഷൻ ചെയ്ത 3 പേരുണ്ട്. അപ്പോൾ അവരുടെ ഒന്നൊക്കെ ഏതെങ്കിലും മൂവി എക്സ്പ്ലനേഷൻ കേട്ടെന്നാലും കിടക്കും. ഇല്ലെന്നാണെങ്കിൽ ചുമ്മാ കയറാൻ കിടക്കും. എന്നിട്ട് നാളെ ജോലിക്കും പോയി നാളെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.